സോ എഗെയിൻ നമ്മൾ വന്നേക്കാണ് മലേഷ്യ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ട്. സോ കഴിഞ്ഞ ദിവസം ഞാൻ നിർത്തുമ്പോൾ നമുക്ക് റൂമൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ജസ്റ്റ് ഇവിടെയാണ് നമ്മൾ എൻ്റെ ചെയ്തത്. അതിൻ്റെ ഇതൊരു കിടിലൻ റൂമാട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇതെന്താ ബ്രോ അവിടെ? കണ്ട ബ്രോ ഇവിടെ വൈഫൈ ഉണ്ടല്ലോ. സോ ആക്ച്വലി അടിയിലൊരു കിച്ചൺ സെറ്റപ്പും പിന്നെ വെറുതെ ഇരിക്കാനുള്ളൊരു സ്ഥലവും പിന്നെ മുകളിലാണ് നമുക്ക് ഈ കാണുന്ന നീല ബെഡ് ഒരാൾക്ക് കിടക്കാനും ലെഫ്റ്റിൽ നമ്മുടെ മെയിൻ ബെഡ്, അങ്ങനെ 2 ബെഡായിട്ടാണ് വന്നേക്കണത്. ഇവിടെ നൈസ് സെറ്റപ്പ് ഇട്ടാ. ഇത് 7,000 എന്തോ ആണ് 3 ആൾക്ക് 3 ദിവസത്തേക്ക്. നമ്മുടെ നാട്ടിൽ എനിക്ക് ഓൺലി 7,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് 3 ആൾക്ക് ഇത്രയും സെറ്റപ്പ് കിട്ടുന്നത്. അതായത് നോർമലൊരു നമ്മുടെ നാട്ടിൽ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഉള്ള എല്ലാ സാധനവും കൂടി ഉണ്ട്. അത്യാവശ്യം കിടിലം റൂം, അടിപൊളി റൂമാണ്. ഇത് ആക്ച്വലി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെയാണ്. ഒരു പിസ്സ ഷോപ്പിൽ വന്നേക്കുക ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നത് ബർഗർ കിങ്ങിൽ. ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണുന്ന പോലെയല്ല, ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ നമ്മൾ നേരത്തെ കാറ് കണ്ടില്ല, അവിടെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് പരിപാടിയൊക്കെ. പിന്നെ നമുക്ക് ചാർജർ വാങ്ങണം. കാര്യം ഇവിടെ ചാർജർ നമ്മുടെ അടുത്ത് ചാർജർ വർക്കാവില്ല. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടുന്ന് ഇറങ്ങി റോഡ് കാണാൻ. സോ നമ്മുടെ കൂടെയുള്ള അലംബ്രോ പറഞ്ഞു ഇവിടെ 11 ലാബ്സ് എന്ന് കണ്ടെന്തൊരു കടയുണ്ട്. സോ അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ സ്പെഷ്യൽ ഒരു കോൾഡ് കോഫി പോലത്തെ സാധനമൊക്കെ നമുക്ക് അസംബ്ലി ഉണ്ടാക്കി കുടിക്കാമെന്ന്. സോ നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി ആക്ച്വലി നടന്നു പോവാണ്. അതാണ് നമ്മുടെ ഈ ഒരു സിറ്റി തന്നെ കാണാൻ എന്ത് വൈബല്ലേ. അത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലൈറ്റ് നമ്മുടെ റോഡിലുണ്ടെങ്കിൽ 2 എണ്ണം കത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ട്രീറ്റ് ലൈറ്റും കത്തും. അതുകൊണ്ട് ഈ സ്ഥലം മൊത്തം ഭയങ്കര വെളിച്ചാണ്. അതിൻ്റെ ആ ഒരു വൈബ് വേറെ. പിന്നെ ഭയങ്കര ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. നല്ല ഭയങ്കര രസമുണ്ട് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. എനിക്ക് ഇനി പോകണമെന്ന് ആഗ്രഹമുള്ളൊരു രാജ്യം മാറി ഈ ഒരു സ്ഥലം. നൈറ്റ് വോക്ക്. സോ അങ്ങനെ നമ്മൾ നേരത്തെ അലംബ്രോ പറഞ്ഞ ഒരു കടയിലെത്തി. 11 ലാബ്സ് എന്നെന്തോണ് ഈ കടയുടെ പേര്. എനിക്ക് തോന്നുന്നു തായ്ലൻഡ്, മലേഷ്യ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ കട ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാ ഫുഡ് ഐറ്റവും കിട്ടൂടെ, എല്ലാ ഫുഡ് ഐറ്റവും കിട്ടും. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് പിന്നെ കസ്റ്റമായിട്ട് ഓരോ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ ആ വന്ന കടയിൽ ആക്ച്വലി കസ്റ്റമായിട്ട് ഉണ്ടാക്കണ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വേറെ വല്ല കടയിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ചന്ദ്രികയുണ്ട് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം. ഒരെണ്ണം വേണമെങ്കിൽ എടുത്തോന്നാ പറയുള്ളൂ. എന്നാൽ ഐഷോസ് സ്പീഡ് എടുക്കാം. സോ എൻ്റെ റൂമിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എൻ്റെ കയ്യിൽ കുറെ പ്രൈമിൻ്റെ കുപ്പിയുണ്ട്. ഞാൻ ഇവിടുന്ന് ഐഷോസ് സ്പീഡിൻ്റെ പ്രൈം കണ്ടിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അത് വാങ്ങിയിട്ടുണ്ടായി. ചുമ്മാ ട്രൈ ചെയ്യാം. എനിക്ക് പ്രൈം ഇപ്പം അത്ര ഇഷ്ടമൊന്നുമല്ല, ചുമ്മാ ഒരു രസത്തിന് വാങ്ങിയത്. റോബ്ലോക്സിൻ്റെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുമോ കണ്ടോ? എല്ലാ ഗെയിമിൻ്റെ ഉണ്ട്. വാലറന്റ് RM125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സംതിങ്. ഇവിടെ RM റിംഗറ്റ്. ഇനി കോലുമിട്ടായി തിന്നെ ശരിക്കും കോലുമിട്ടായത്. കോലുമിട്ടായുടെ വലുത് അതറിയില്ലേ. ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഇവിടുന്നല്ലോ ഇരിക്കണ എല്ലാവരും നാട്ടിൽ വന്നിട്ട് ഇവിടെ വേച്ചിട്ട് പോണത് ശരിയല്ല. അത് ലാസ്റ്റ് ഇടാം എന്തായാലും. ഇത് ഇളക്ക് ഇതിപ്പോ തന്നെ ആക്കണം. അങ്ങനെയാണോ അതിന്റെ നിയമം? ഈ സംഭവം വാങ്ങാനും നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് വന്നത്. ഇത് ജസ്റ്റ് ഒരു ഐസിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ ഒരു കോൾഡ് കോഫിയുടെ എന്തൊരു മിക്സ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമായിട്ട് ഉണ്ടാക്കാം. കുറേ ഉണ്ടാവും. അതിന് വലിയ വിലയില്ല, ചീപ്പ് ആക്ച്വലി. സോ അത് വാങ്ങാനും നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല നൈസായിരുന്നു ആക്ച്വലി.
അപ്പൊ നമ്മളവിടെ നിൽക്കുമ്പോൾ ഇതേ ഒരു M3 പാസ് ചെയ്യുന്നു. ഓ അടിപൊളി, ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് M3 കാണുന്നത്. M3 ആണോ അത്? M2 ഡബിൾ ഡോർ അല്ലേ? ഇന്നല്ലാണ്ട് ഇതെല്ലാം വ്ളോഗല്ലേ, കണ്ടന്റ്. ഈ സംഭവം നിങ്ങൾ ഇവിടെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ ഇത് കുടിച്ചോണ്ട് വഴി കൂടെ നടക്കണാണ്. ചുമ്മാ ഒരു കോൾഡ് കോഫി, പിന്നെ ഒരു സുഖം, ചുമ്മാ എന്തെങ്കിലും കുടിച്ച് കിടക്കുക, അത്രേ ഉള്ളൂ. ചോച്ചേ ലേറ്റ് 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 വണ്ടിയില്ലേ ഇവരിങ്ങനെ ആക്കിയിട്ട് കൊണ്ടു നടക്കല്ലേ. ഇത് ആക്ച്വലി ഇവിടെ മോട്ടോർ ഷോന് വണ്ണ വണ്ടിയൊന്നല്ല, ഇവിടെ ഡെലിവറിയുടെ ആൾക്കാർക്ക് വണ്ടിയാ. സോ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലി കാണാൻ പറ്റുന്ന ഒരു സാധനമാണിത്. റോഡിലെല്ലാ ആൾക്കാരും ഇത് വീലടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുനടക്കണതാണ് ഈ വണ്ടി വെച്ചിട്ട്. കുടിച്ചോടെ ഇംഗ്ലീഷായി കൊള്ളാം. സിമ്പിൾ സാധനം. നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ ഹെർഷീസ് ഒക്കെ പാലൊഴിച്ച് ഇളക്കി കുടിക്കണ പോലത്തെ ഒരു. ഞാൻ പറയണ എന്നാ പിന്നെ 2 കപ്പ് എടുക്കായിരുന്നു ഐസാലി 3. നല്ല വിലയാവും. പക്ഷെ ഇവിടെ അല്ല, തായ്ലാൻഡിൽ പോയി എനിക്ക് കറക്റ്റ് വെറുതെ മനസ്സിലാവും. ഇത് ഭയങ്കര അടിപൊളിയാ. ഇതിപ്പോ തായ്ലാൻഡിലാണെങ്കിൽ ഇപ്പൊ കയ്യിൽ വാങ്ങിയതൊന്നും വാങ്ങണ്ടല്ലേ, കടയിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ പിന്നെ തായ്ലാൻഡിൽ ഇപ്പൊ ഇങ്ങനത്തെ അല്ല, വേറൊരു ചെറിയതിന്റെ ഒരു പാക്കറ്റ് കിട്ടും. അത് ജസ്റ്റ് പൊട്ടിച്ചിട്ട് അത് വലിയ കപ്പ് കിട്ടൂടാ, അത് ഒരെണ്ണം അല്ല, അത് കടയിൽ നിന്ന് തന്നെ പൊട്ടിച്ച് വെച്ച് കൊണ്ടുപോവാ. ഓ അത് അടിപൊളി. അതാണ് ഈ വഴിയിലെ ആൾക്കാർ ചുമ്മാ കുടിച്ച് നടക്കണ കാണല്ലേ. എങ്ങനെയുണ്ട് അഭിപ്രായം? ആരും വാങ്ങരുത്. 7-Eleven വന്നിട്ട് എല്ലാവരും വാങ്ങി കുടിക്കുക. സോ നിങ്ങൾക്ക് കോൾഡ് കോഫി കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചുമ്മാ അങ്ങനെ കുടിച്ച് നടക്കാൻ പറ്റിയൊരു സാധനമാണിത്. എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് നമ്മുടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ വെള്ളമൊക്കെ വാങ്ങാൻ വന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് നമ്മുടെ റൂമിലോട്ട്. ആൻഡ് ബാക്കി എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പുറത്ത് പോയൊരു പ്ലാൻ ഉണ്ട്. ഞാൻ നോക്കട്ടെ. സോ നമ്മൾ ആക്ച്വലി പുറത്തിറങ്ങിയൊക്കെയാണ് മലേഷ്യൻ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നമ്മളിപ്പോൾ കറൻ്റ്ലി താമസിക്കുന്നത് മലേഷ്യയുടെ സിറ്റിയിൽ പോലും അല്ല. ഓക്കെ, നമ്മൾ കറൻ്റ്ലി താമസിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട മോട്ടോ ജിപ്പിയില്ലേ അതിൻ്റെയും അതേപോലെ മലേഷ്യയുടെ നമ്മുടെ പെട്രോണസ് ടവറൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ സെൻട്രലായിട്ടുള്ള ഒരു ഏരിയ അല്ല. അതായത് 2 ദിക്കിലേക്ക് ഒരേ ദൂരമാണ് നമുക്ക്. സോ അതിൻ്റെ സെൻട്രലാണ് നമ്മൾ താമസിക്കണേ. ആൻഡ് നമ്മളിപ്പോൾ പെട്രോണസ് ടവറും മലേഷ്യൻ നൈറ്റ് ലൈഫും എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി പുറത്തിറങ്ങിയൊക്കെയാണ്. എങ്ങനെ ഉണ്ടാവും നോക്കിയൊക്കെ. നമ്മൾ നമ്മുടെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ടാക്സി ബുക്ക് ചെയ്താൽ വരാൻ ഭയങ്കര പാടാണ്. ആൻഡ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. സോ അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ടാക്സി വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഊബർ പോലെയൊന്നുമല്ല, ഇവിടെ വണ്ടിയൊക്കെ വരാൻ കുറച്ച് പണിയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നമുക്കൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ട്. എന്താ 2 മണിക്കൂറാന്ന് തോന്നുന്നു. അതെ, അത്ര ദൂരം പോവാണ്ട് നമുക്ക്. പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ്, വേഗം എത്തും. പക്ഷെ എന്നാലും ദൂരം കുറച്ചധികം. അങ്ങനെ കുറച്ച് വെറുതെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സിറ്റിയിൽ. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നിന്നേറുന്ന സ്ഥലമൊന്നും ശരിക്കും ഒന്നുമല്ല. ഇതിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഡെവലപ്പ്ഡും ഭയങ്കര വൈബുള്ളൊരു സിറ്റിയാണ്. ബ്രോ ഇത് അടിപൊളിയാട്ടാ, ഉള്ളിലേറ്റൊക്കെ വിഷയമില്ല സ്ഥലം. ഇവിടെ ആക്ച്വലി നമ്മൾ മൊബൈലെടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീരില്ല. അത്രയധികം ലൈറ്റിങ്ങും എല്ലാം ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ അല്ലെങ്കിൽ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയുടെ ഒരു സംഭവം ഇത്. ആൻഡ് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവമാണല്ലോ ഇതൊക്കെ. നമുക്ക് ഈ നൈറ്റ് ലൈഫ് അതിൽ നിങ്ങൾ നോക്കി, ഇതിപ്പോൾ സമയം എത്ര മണിയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, 10 മണി എന്തോ ആയിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഭയങ്കര ഡിജിറ്റൽ ബോർഡുകളും ഭയങ്കര അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളും അതും ഇതും. ഇതൊന്നും അല്ലാണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകണുള്ളൂ. ഇത് ശരിക്കും നമ്മൾ എവിടെ എത്തിയിട്ടില്ല. നമ്മുടെ പെട്രോണസ് ടവറിൻ്റെ ഒക്കെ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും എക്സ്ട്രീം വൈബാ, മനസ്സിലായ ഇതിനേക്കാൾ രസമാണ്. ഓ മേൻ, ഭയങ്കര രസമുണ്ട് ആക്ച്വലി. ഇവിടുത്തെ റോഡായാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ആൾക്കാരുടെ ഒരു രീതി, വണ്ടികളും എല്ലാം മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെതായി ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് കടന്നേക്കുകയാണ്. ആൻഡ് ഇത് ശരിക്കും ഒന്നും അല്ലാണ്ട് ഇതിപ്പോൾ നമ്മളിവിടുത്തെ
എന്തോ ഒരു ഫുഡ് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും, പിന്നെ ഞങ്ങളുടെ കുറച്ച് വേറെ ഫ്രണ്ട്സും കൂടി ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ബൈക്കേഴ്സ് തന്നെ. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഇറങ്ങിയേക്കണേ. സോ പെട്രോണസ് ടവറിൻ്റെ ഒക്കെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നുമല്ല അങ്ങനത്തെ ലെവലാ. ഇപ്പം ഇവിടെയാണെങ്കിൽ ഫുൾ ആൾക്കാർ ഫോട്ടോ എടുക്കലും ഇത് തിരക്കുമായാണ് ആക്ച്വലി. ഒരു വട്ടം എന്നല്ല, നമുക്ക് ഫുള്ള് ക്യാമറയിൽ പകർത്തി കഴിഞ്ഞാൽ തീരുമെന്ന് തന്നെ എനിക്കറിയില്ല, അത്ര അധികം ഉണ്ട് ഇവിടെ കാണിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടാൽ നമുക്ക് വെക്കാൻ, എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഗെയിമുകളിലൊക്കെ കാണുന്ന സ്ഥലം, എൻ്റെ ആ ദൂരെ ലൈറ്റ് കത്തിനിക്കുന്ന ഒരു ബിൽഡിങ് കാണാനില്ലേ, അതാണ് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിങ്. അതായത് നമ്മുടെ ബുർജ് ഖലീഫ പോലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിങ്ങിൽ അതാണ് ശരിക്കും ആ കാണുന്ന ബിൽഡിങ്. അങ്ങനെ നമ്മളവിടെ കുറച്ചുകൂടി നടന്ന് നമ്മുടെ കുറച്ചുകൂടി ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ എല്ലാവരും മൊത്തത്തിൽ ഫുഡ് കഴിക്കാനും അതിനും ചെറിയ ഷോപ്പിങ്ങിനൊക്കെ വരുന്ന സ്ഥലം തോന്നും. ആൻഡ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഇവിടെ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഇനി നമ്മൾ പോകണ്ടാവുക. സോ ഇത് ഇവിടുത്തെ കുറച്ച് ബാറും റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കുറച്ച് ക്ലബും അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഫുൾ ആൾക്കാരായിട്ട് ഇവിടെ നിറച്ച ആൾക്കാർ. എനിക്ക് തോന്നുന്നു വരണ മിക്ക ടൂറിസ്റ്റുകളും കൂടുതൽ വരണ ഇങ്ങടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ തിരക്ക് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നമ്മളും കയറിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി. ഞാൻ വെള്ളമൊന്നും അടിക്കില്ല. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മുടെ GTA5 ഓരോ സ്ട്രീറ്റിൽ പോയില്ലേ നമ്മൾ, അതേ വൈബാണ് അടിക്കണേ. GTA5 ഇതുപോലത്തെ കുറേ സ്ട്രീറ്റുകളൊക്കെ ആ ഒരു അതേ വൈബ് ഇവിടെ കണ്ട. ഇവിടെ ആ ലൈറ്റിങ്ങും കളറും വണ്ടികളും, ഇവിടെ കുറേ ആൾക്കാർ വണ്ടികളൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്, സ്പോർട്സ് കാർ അങ്ങനെ ചുമ്മാ എല്ലാവരും ഉള്ളതുകൊണ്ട് അതേ വൈബ്. GTA5 ഒരു ലോസ് ഏഞ്ചൽസിലെ ഓരോ സ്ട്രീറ്റിൽ പോകണം അതേ വൈബ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നേരം വൈകിയോണ്ട് നമുക്ക് എന്താ വെച്ചാൽ പെട്രോണസ് ടവറിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. ആ ടവർ കണ്ട അവിടെ ലൈറ്റൊക്കെ ഓഫാക്കി. സോ ലൈറ്റ് ഉള്ള ടൈമിൽ ആ ടവറിൽ പോയിട്ട് ആ ഗുണമുള്ളൂ. സോ ഇത് നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്ന റൂമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള എല്ലാ ടവറും സിറ്റിയും എല്ലാം കാണാട്ടോ. ആ ടവർ പിന്നെ ആ സെൻറ്ററിൽ കാണുന്നതാണ് ഏറ്റവും ഹൈറ്റുള്ള ഹോട്ടൽ. അങ്ങനെ എന്താണ് ഈ ഹോട്ടലിനെ പറയുന്നത്, ഈ ഒരു ബിൽഡിങ്. പിന്നെ ഇവിടെ ലെഫ്റ്റിൽ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിങ്. അങ്ങനെ എല്ലാ ബിൽഡിങ്ങും ഉള്ള ഒരു വ്യൂ ആണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് താമസിക്കുന്നത്. ഇതാണ് ആ ബിൽഡിങ്. ഇതിൻ്റെ ബിൽഡ് ചെയ്യണ വീഡിയോസും ഇതൊക്കെ യൂട്യൂബിൽ ഞാൻ പണ്ട് കണ്ടെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ഇതാണ് ഈ ഒരു സിറ്റി വ്യൂ കണ്ട എൻ്റെ അമ്മോ. പിന്നെ ഇവിടെ റോഡ് ഇതൊക്കെ കാണാണ്ട് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഓഫായിട്ടില്ല. അവിടെ അത്രയും ലൈറ്റ് അവിടെ. എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പറയില്ല. സോ ഇതിനെന്താ പറയാ ശരി, എനിക്ക് ആക്ച്വലി അറിയില്ല എന്ത് ബിസിനസ് എന്താണെന്ന്. സോ പെട്രോണസ് ടവറിൽ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട ടൈമിൽ പോകണം എന്നുള്ളതുകൊണ്ട് നാളെ നമ്മൾ പോകാനുള്ള പ്ലാനിലാണ്. ഇപ്പം എല്ലാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വരിക, അതാണ് കാര്യം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് നമ്മളിത് F1 ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് MotoGP കാണാൻ പോണേ. പിന്നെ റോസിയുടെ മറ്റേ നമ്പറിൽ ഒരു തൊപ്പിയും നമ്മളത് ഇവിടുന്ന് വാങ്ങിയതാ. സോ അതൊക്കെ ഇട്ടിട്ടാണ് MotoGP കാണാൻ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം ആക്ച്വലി എല്ലാവരും. എന്ത് ഹലോ ഗൈസ്, നമ്മുടെ Day 2 വ്ളോഗിൻ്റെ ആ Day 2 അങ്ങനെ രാവിലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കാണാനും ഭയങ്കര രസമുണ്ട്. സോ നമ്മളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. സോ ആ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണും. നിങ്ങൾ കുറേ പേര് ഓൾറെഡി ലൈക്കൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്ന ടൈമിൽ. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ബിൽഡിങ് ഉണ്ടായിരുന്ന സ്ഥലത്ത്. ആൻഡ് അഗെയിൻ നമ്മൾ തിരിച്ച് നമ്മുടെ ടാക്സിയിലോട്ട്. നമുക്കിനി ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ നമ്മുടെ സിറ്റിയിലോട്ടാണെങ്കിൽ അതേപോലെ തന്നെ MotoGP നടക്കണതെങ്കിലും അത്രയും ദൂരം പോവാണ്ട്. സോ ആ പരിപാടിക്ക് പോവാണ് നമ്മൾ.
എന്താണെന്നറിയില്ലേ, ഇത് ഈ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ലോസ് ഏഞ്ചൽസിൻ്റെ ഫീലിംഗ് ആണ് വരുന്നത്. നമ്മുടെ GTA 5 നമ്മൾ കാർ എടുത്ത് പോകണ ഒരു വൈബാണ് എനിക്ക് ആക്ച്വലി ഇവിടെ വരുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ സിറ്റി നിങ്ങൾ കാണണ്ട, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതേ വൈബ് അടിക്കില്ല. ലോസ് ഏഞ്ചൽസിലൊക്കെ പോകുമ്പോൾ അതേ വൈബാണ് ഈ സ്ഥലത്ത്. എന്ത് രസമാണ് എൻ്റെ അമ്മോ. എനിക്ക് ഇവിടെ വരാനേ തോന്നല്ലേ തിരിച്ച് നാട്ടിലോട്ട്. അത്ര അടിപൊളി. അങ്ങനെ നമ്മൾ നമ്മുടെ മോട്ടോ ജിപ്പിയുടെ അവിടെ എത്തി. ഇന്ന് ആക്ച്വലി സ്പ്രിന്റ് എന്ന് പറഞ്ഞ സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ എത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞു വന്നു. കാരണം ഇന്ന് ട്രംപ് വരുന്നതുകൊണ്ട് ട്രാഫിക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വിടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. നമ്മളവിടെ എത്തിയപ്പോൾ ഈ ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഈ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും കണ്ടാ നമ്മളവിടെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചു പോകുന്ന ടൈമില്ല. ആക്ച്വലി ഇന്നത്തെ സ്പ്രിന്റ് സംഭവം കഴിഞ്ഞു. കാരണം സ്പ്രിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരും. അതാണ്. നാളെയാണ് ആക്ച്വലി ഫൈനൽ റേസ്. അതെന്തായാലും നമ്മൾ നേരത്തെ വരും. എന്തായാലും ലേറ്റ് ആയി. പക്ഷെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാതെ വിചാരിച്ചു നമ്മളിന്ന് പോവാം. ഇന്ന് എന്തായാലും ഒന്നും എടുക്കാനൊന്നും ഉണ്ടെന്ന് തോന്നല്ലേ നമ്മുടെ വ്ളോഗിൽ. കാരണം എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. സോ നാളെയാണ് നമ്മുടെ മോട്ടോ ജിപിയുടെ ഫൈനൽ ഡേ. അതെന്തായാലും പൊളിക്കും തോന്നുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ പട്ടി ചന്തയ്ക്ക് പോയ പോലെ പോയിട്ട് 100 രൂപയുടെ എന്തോ വെള്ളവും വാങ്ങിയിട്ട് തിരിച്ച് പോവാടേ. സോ നമ്മളെന്തായാലും ഇപ്പോൾ വിചാരിക്കണം ഷോപ്പിങ്ങിന് പോകാമെന്ന. കാരണം ഇന്ന് ഡേ മൊത്തം നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നേരെ ഷോപ്പിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇവിടെ വരെ വന്ന വേസ്റ്റായി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പോവാച്ചു. സോ നമ്മൾ ഈ ഇവിടെ അടുത്തുള്ള ഒരു മാളിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ഫ്രണ്ട്സും ആക്ച്വലി ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ഡുക്കാട്ടിയുടെ എന്തോ ക്ലോത്തിനൊക്കെ ഭയങ്കര ഓഫർ നടക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ മാളാണെങ്കിലും ലോകത്തില്ലാത്ത എല്ലാ ബ്രാൻഡ് മാളിലുണ്ടായിരുന്നു ആക്ച്വലി. അങ്ങനെ നമ്മുടെ മാളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. മാള് പുറത്തുനിന്നുള്ളതൊക്കെ വലിയ മാളല്ല, പക്ഷെ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. സോ ആ കാണാണ് ഡുക്കാട്ടിയുടെ സെയിൽ നടക്കണ ഷോപ്പ്. അതായത് മോട്ടോ ജിപിയുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഓഫറായിരുന്നു അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി. അവിടെ നമ്മൾ പോകുന്നുണ്ട്. ആൻഡ് നമ്മുടെ കൂടെയുള്ള രണ്ടാളും എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ഷോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നടക്കണേ. ആൻഡ് ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും വാങ്ങിയില്ല. കാരണം എൻ്റെ കയ്യിൽ ഇവിടുത്തെ റിങ്കറ്റ് ഉണ്ടല്ലോ, ഈ മലേഷ്യൻ റിങ്കറ്റ് എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികമൊന്നും വാങ്ങാനും നിന്നില്ല. പക്ഷേ അതാണ് ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ നല്ല ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കിട്ടില്ല അത്രയും ഓഫറിന്. ഡ്രസ്സൊക്കെ മറ്റേ പപ്പടം വിൽക്കണ പോലെയാണ് ഇവിടെ സാധനങ്ങൾ ഇവർ വിൽക്കണ്ടായിരുന്നു ഈ ഷോപ്പിംഗ് മാളിൽ. സോ നമ്മുടെ കൂടെയുള്ളവരൊക്കെ എന്തൊക്കെയോ വാങ്ങാനൊക്കെ പോകാന്ന് വെച്ചിട്ട് ഞാനും ചുമ്മാ പോയി. എന്തായാലും അങ്ങനെ നമ്മളിത് നമ്മുടെ ഡുക്കാട്ടിയുടെ ടീഷർട്ട് ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഓഫറായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ഡുക്കാട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡുക്കാട്ടി കയ്യില്ലത്. ഇവിടെ ഒരു ഡുക്കാട്ടിയുടെ V2 ഇവിടെ ഇരിക്കണേ, സോറി V4. ആക്ച്വലി ഈ വ്ളോഗ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കറൻ്റ് ഒരു ഡുക്കാട്ടി V4 ഓണറും കൂടി ഉണ്ട്. സോ അതും കൂടി ഉണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തോ കുറച്ച് തലവേനയൊക്കെ എടുത്ത് ഭ്രാന്ത് പിടിച്ചത്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. കണ്ട ഞാൻ ആകെ വയ്യാണ്ടായി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒന്ന് തലവേന കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് നേരം കിടന്നിട്ട്. ആൻഡ് ഇവിടെ ഞാൻ കുറേ ബ്രാൻഡുകൾ കണ്ടു. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ബ്രാൻഡൊന്നും. അങ്ങനത്തെ കുറേ ബ്രാൻഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങും ഫുഡ് അടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴേക്കും രാത്രി ആയിടേ. കറക്റ്റ് പറഞ്ഞാൽ ഒരു 8 മണി 7 മണി എന്തോ ആയി. ആൻഡ് ഈ രാത്രി തന്നെയാണ് നമ്മൾ നേരെ നമ്മുടെ മറ്റേ പെട്രോണസ് ടവറും കൂടി കാണാൻ പോണേന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഒരു കാറും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കാർ പാർക്കിങ്ങിൽ കുറേ കാറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതേ കിടക്കുന്നു നമ്മുടെ BMW M5 കോമ്പറ്റീഷൻ. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് ഈ വണ്ടി കാണണേ. അതൊരു സാധാ ഒരു മാള് പോലത്തെ ഒരു ദിക്കിൽ കിടക്കണ വണ്ടി BMW M5 കോമ്പറ്റീഷൻ. അപ്പം അതും കൂടി കണ്ടെങ്കിൽ വേറെ സന്തോഷമായി. ഇനി ഇവിടുന്ന് നമ്മുടെ അടുത്ത പെട്രോണസ് ടവറിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ ടാക്സിയിലൊക്കെ കയറി. നമ്മുടെ തലവേനയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ പെട്രോണസ് ടവറിലേക്ക് പോകുന്നു, റെസ്റ്റ് ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചു. ഇന്ന് ഇത് കണ്ടില്ലേ, നമ്മൾ അടുത്ത ദിവസം നമ്മൾ തിരിച്ച് നാട്ടിൽ പോകും. സോ ഇത് കണ്ടില്ലേ ഭയങ്കര വലിയൊരു മണ്ടത്തരായി പോകും. സോ അതുകൊണ്ടാണ് നമ്മൾ പോണ നേരം അങ്ങോട്ട്.
നമ്മളത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ടണലിലുള്ള കൂടെ ഇപ്പോൾ പോണേ. ഇത്രയും വലിയ ടണലിൽ ഞാൻ ഇതേവരെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആക്ച്വലി കുതിരാൻ ടണൽ. അതിനേക്കാളൊക്കെ ഒരു 4 ഇരട്ടി സൈസ് എന്തുകൊണ്ട് ഈ ടണലിന് എന്നാണ് ആക്ച്വലി പറയണേ. സോ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ എടുക്കുകയാണ്. കണ്ട ഭയങ്കര കിട്ടില്ല, വലിയ ടണൽ. ഒരു സിറ്റിയുടെ അടിയിൽ കൂടെ മൊത്തമായിട്ട് നമ്മൾ കുറേ ദൂരം ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ആക്ച്വലി കവർ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ടവറും അങ്ങനെയുള്ള മെയിൻ സിറ്റിയിലോട്ട് എത്തുന്നു പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് കാണാൻ പറ്റാതെ തിരിച്ചു പോയ ആ സ്ഥലത്തോട്ട് പിന്നെ നമ്മൾ എത്തിയത് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് നമ്മുടെ മുമ്പിൽ ആൻഡ് ആ സിറ്റിയിലോട്ട് നമ്മൾ തിരിച്ചെത്തി. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു നൈറ്റ് ലൈഫ് ഇവിടുത്തെ? എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടിട്ട് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഭയങ്കര അടിപൊളിയില്ല ഈ ലൈറ്റും ഇതൊക്കെ കണ്ടിട്ട്. സോ നമ്മളെന്തായാലും ആക്ച്വലി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ എന്തൊരു ഐറ്റം, ഒരു മീറ്റ് എന്തോ ആണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പോവാണ്. അത് നേരെ നമ്മൾ പെട്രോണസ് ടവറിൻ്റെ അവിടേക്ക് പോകാനുള്ള പ്ലാനാണ്. സോ എന്ത് രസമാണോ ഇതാണ് നമ്മളിവിടെ കഴിക്കാൻ വന്നേക്കണ മീറ്റ്. സോ ഇവിടെ സംഭവം ഓർഡർ ചെയ്തിട്ട് നമ്മൾ നിൽക്കുകയാണ്. ചെറിയ എന്തൊരു സാധനമാണ്, പക്ഷേ ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനമല്ലേ, അതുകൊണ്ട് എന്തായാലും കഴിച്ചു നോക്കാമെന്ന് വെച്ചു. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അങ്ങനെ ഇതിൽ പോയി കഴിക്കാൻ. വിചാരിച്ച പോലെയല്ല, ഏറ്റവും ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. Here I come. സോ അങ്ങനെ നമ്മളും നമ്മുടെ ഫ്രണ്ട്സും അവിടുന്ന് കണ്ട എല്ലാവരും കൂടി നമ്മളിതേ പോവാണ് നമ്മുടെ പെട്രോണസ് ടവർ കാണാൻ വേണ്ടി. ഇത് കാണാനായിരുന്നു ഇത്ര എക്സൈറ്റ്മെന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിൽ വരുമ്പോൾ തന്നെ അവിടെ പോയി ഫോട്ടോ എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ. അങ്ങനെ നമ്മൾ ടാക്സി എല്ലാവരും കുതി കയറി. സോ നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? നമുക്ക് ആ മുമ്പിൽ കാണുന്നില്ലേ, അതാണ് നമ്മുടെ പെട്രോണസ് ടവർ. അതിൻ്റെ ഒരു ശരിക്കുള്ള നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് നമ്മൾ പോവാണ്. പക്ഷേ ദേ നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ദേ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ടവറിൻ്റെ അവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. ടവറിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ പോകില്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ റോളക്സ് അങ്ങനെ അൾട്ടിമേറ്റ് ഒരു മാള കേട്ടോ. നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ പോലത്തെ ഒരു മാള തന്നെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ലക്ഷറിയസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോകണമെന്നില്ല, ഒന്നും ഞങ്ങൾക്ക് വാങ്ങാനൊന്നുമില്ല. പക്ഷെ പുറത്തുനിന്നുള്ള വ്യൂ പിന്നെ ഇവിടുത്തെ സിറ്റി അതൊക്കെയാണ് നമ്മൾ കാണാൻ വന്നേക്കണേ. ഇവിടെ അടുത്തുള്ള ബിൽഡിങ്ങുകളും കാണാൻ നല്ല ഭംഗിയായിട്ട് ആക്ച്വലി. സോ അതിന് വേണ്ടി നമ്മളിത് നടക്കുകയാണ്. ഇതിൻ്റെ പുറത്തൊക്കെയാണെങ്കിൽ ഫുൾ ലക്ഷറി കാറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ടവർ. സോ ഇതിന് കറക്റ്റ് വ്യൂ പോയിന്റ് ഉണ്ട്, അവിടേക്ക് നമുക്ക് പോകാൻ തരും. സോ ഇത് നമ്മുടെ അടുത്തൊരു വിഷ് ലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ അറിയാതെ പെട്ടെന്ന് നമ്മുടെ ഒരു ഡ്രീം ഒക്കെ നമ്മൾ കം ട്രൂ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റിയിലൊക്കെ നമുക്ക് വരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺട്രിയിലൊക്കെ നമുക്ക് വരണം, ട്രാവൽ ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇത് പെട്ടെന്ന് വിചാരിക്കാണ്ട് ഷടപടയെന്നെടുത്ത തീരുമാനത്തിലുണ്ടായതാണ്. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, കാരണം നമ്മുടെ ഒരു ഇത് കംപ്ലീറ്റ് ആയി നമ്മുടെ മനസ്സിലായി. നമ്മുടെ ഒരു ലിസ്റ്റിൽ ഒരു ടിക്ക് മാർക്ക് വന്നു നമ്മുടെ മലേഷ്യ. എൻ്റെ ഗൈസ് എൻ്റെ പുറകിൽ കാണുന്നു നമ്മുടെ പെട്രോണസ് ട്വിൻ ടവർ മലേഷ്യ. യെസ്, ആൻഡ് അതിന് മുന്നിലും കുറേ നല്ല രസമുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലക്സ് ബോർഡ് അത് ഇത്. ഞാൻ ഇവിടെ റോട്ടിലിറങ്ങിയപ്പോൾ ആക്ച്വലി ലംബോർഗിനിയൊക്കെ അടച്ച് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് എന്തൊക്കെ കാണിച്ചൊക്കെ പോകണ്ടായിരുന്നു അവിടെ. അങ്ങനെ നിറച്ച ആൾക്കാരാണ് ഇവിടെ, മൊത്തം ആൾക്കാർ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുക. ഇവിടെയാണ് ആ വ്യൂ പോയിന്റ് കണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ്. ആൻഡ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആക്ച്വലി നിങ്ങൾക്ക് ഫുൾ പോലീസ് വണ്ടികൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രംപിൻ്റെ വണ്ടി പോയത് എന്തോ ആണ്. ട്രംപ് ഇതിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ. അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അവിടെ, വൻ പോലീസും ഇതൊക്കെ ആയിരുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ ആ സ്ഥലമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയേ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ വേറൊരു ഫോട്ടോ എടുക്കണ പൊസിഷൻ ഉണ്ട് പറഞ്ഞ് പോവാണ് നമ്മൾ. നിങ്ങളായാലും പറ്റുകയാണെങ്കിലും ലൈഫിൽ ഒരു ടൈമിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് പോവുക. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല അവിടെ വരാൻ. ആൻഡ് ഭയങ്കര അടിപൊളിയാണ്. ഇതൊക്കെ ഒന്ന് കണ്ടു പോകേണ്ട തന്നെയാണ്. അമ്മാതിരി ഒരു സെറ്റപ്പാണ് ഇതൊക്കെ. നമ്മുടെ ഫോട്ടോസിലും അതിലൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ഒരു വേറെ ഫീലിംഗ് തന്നെയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ട്രംപിൻ്റെ എന്തൊരു സംഭവം നടക്കുന്നുണ്ട്. ട്രംപൊക്കെയാണ് ഈ പാസ് ചെയ്യണം തോന്നുന്നു. ഇതിന് മുന്നേ പാസ് ചെയ്താരാന്ന് എനിക്കറിയില്ല. എന്തായാലും പോലീസുകാരൊക്കെ ആദ്യം പാസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഒരു മലയാളിയുടെ അങ്ങനെ എന്തൊരു ഹോട്ടലുണ്ട്, തമിഴന്മാരെന്തൊരു ഹോട്ടലുണ്ട് ഈ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും
ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഈ ടവർ തൊട്ടടുത്ത് തന്നെയാന്ന് പറഞ്ഞത്. സോ അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി നടന്നു പോവാണ്. വെനിക്സംബ്രോ ഇടയ്ക്ക് മണിയൊക്കെ കൂടി പോകുന്നുണ്ടെന്ന് സംഭവം അറിയില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നടന്നു പോവാടെ ഹോട്ടലിലേക്ക്. ഈ റൈറ്റ് സൈഡിൽ എന്തായിട്ടാണ് കാര്യം. അതുകൊണ്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ.